ബാബുസ്വാമി ശുദ്ധൻ, ശുദ്ധഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ നിന്നും ബ്ലോക്ക് ചെയ്തത്. ആ 24 എന്ന ചാനലിലെ ആ അവതാരകൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഈ മീഡിയ മുഴുവൻ ഇപ്പോൾ അങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായല്ലോ എന്ന ചോദ്യം അങ്ങനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അവരവിടെ പറഞ്ഞ വാക്കുകൾ അതുപോലെ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അവിടെ വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്റെ പേര് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹം അപ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോ? ചണ്ടാള ബാബാ ദിനത്തിൽ ഞാൻ എത്തപ്പെട്ട് അങ്ങനെയാണ് മീഡിയയിലൂടെ തരംഗമായെന്ന്. അപ്പോഴും നാഗാദേവിയുടെ പേര് പറഞ്ഞില്ല. അതാണ്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തത്. ചണ്ടാള ബാബാ ജയന്തിയെ അപ്പോഴാണ് മീഡിയയിലൂടെ അറിയപ്പെട്ടതെന്ന്. അങ്ങനെയാണോ? എത്രയോ ചണ്ടാള ബാബ ജയന്തി ദിനങ്ങൾ വന്നിരുന്നു. എത്രയോ ചണ്ടാള ബാബ ജയന്തി ദിനങ്ങൾ വന്നിരുന്നു. എന്നാലും ബാബുസ്വാമി മോശമായി പോട്ടോ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഭവം നമ്മൾ പ്രതീക്ഷിച്ചില്ല. നാഗചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നാട്ടുകാരറിഞ്ഞത്, അല്ല നിങ്ങൾ ഒരു മനുഷ്യ അറിയത്തില്ലായിരുന്നു. ബാബുസ്വാമി നിങ്ങൾ മനഃപൂർവ്വം ചെയ്തെങ്കിൽ വളരെ വളരെ മോശമായി പോട്ടോ. പാലം കടക്കുവോളം നാഗചേച്ചി പാലം കടന്നു കഴിയുമ്പോൾ ചണ്ടാള സ്വാമി കൊള്ളാം കേട്ടോ. ഇത് മോശമായി പോട്ടോ.